സാറേ, ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. എല്ലാം സമാധാനപൂർവ്വമാണ്, സമാധാനത്തിന്റെ വഴിയിൽ എന്ന് തോന്നലുണ്ടാക്കിയിരുന്നു തുടക്കം. ഇപ്പോൾ അദ്ദേഹം അടി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യമായി തന്നെ ഇപ്പോൾ അടി വാങ്ങിയിരിക്കുന്നത് ഹൂതികളാണ്. അവരെ തുടച്ചു നീക്കുകയാണ് ട്രംപ്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ലക്ഷ്യം? ഈ ട്രംപ് ചില കാര്യങ്ങൾ ചെയ്തേ അടങ്ങൂ എന്നൊരു വാശിയോടുകൂടി തന്നെയാണ്. ഇപ്പം ചില കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ലോകത്ത് ചില എതിർപ്പുകളൊക്കെ ഉണ്ടായി. അതായത് അനധികൃത കുടിയേറ്റമൊക്കെ. ഒരുപക്ഷെ ട്രംപ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 10% മാത്രമേ വിയോജിപ്പ് കാണത്തുള്ളൂ. ബാക്കി 90% കാര്യങ്ങളിലും ലോക ജനത ട്രംപിനോടൊപ്പമാണ്. ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളിൽ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭീകരവാദത്തിനെതിരെ ട്രംപ് ആഞ്ഞടിക്കുകയാണ്. അത് ലോകമെമ്പാടുമുള്ള ജനത അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ജൂത സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണമെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന 3 ഭീകര സംഘടനകളാണ്. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 ഹൂത്തികളെ. ഇതില് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും കാര്യങ്ങൾ ഏതാണ്ട് തീർത്തു. അതെ, നേരത്തെ തന്നെ നിലംപരിശാക്കി. നമുക്കറിയാം ഇസ്രായേൽ ഒരേ സമയം എത്ര പേരോട് യുദ്ധം ചെയ്തു എന്നുള്ളത്. അങ്ങനെ ഹമാസും ഹിസ്ബുള്ളയും ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഈ ഹൂത്തികൾ ഇങ്ങനെ കയറി വന്നിരിക്കുന്നത്. ഹൂത്തികൾ എന്ന് പറയുന്നത് ഒരു ഗോത്ര വിഭാഗമാണ്. അവരുടെ പ്രചോദനം മുഴുവൻ ഈ ഹിസ്ബുള്ളയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഹമാസിനെയും ഹിസ്ബുള്ളയൊക്കെ ഇസ്രയേൽ തീർത്തു. പക്ഷേ ഹൂത്തികളെ തീർക്കുന്നതിന് ഇനി ഇസ്രയേൽ ഇറങ്ങണ്ട. അത് ട്രംപ് ആ കാര്യം അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പം ഹൂത്തികൾക്ക് പിന്തുണ കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാനാണ് എല്ലാവർക്കും പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ആക്രമണമാണ് ഉണ്ടായതില്ലേ? ശനിയാഴ്ച ആരംഭിച്ച ആക്രമണം ഞായറാഴ്ച വരെ നീണ്ടു. 31-ലധികം പേർ മരണപ്പെട്ടു, 100-ലധികം പേർക്ക് പരിക്ക്. എന്തായാലും ഈ അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സംഘടനയാണ് ഈ ഹൂതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അവരെ ഇനി പൂർണ്ണമായി തന്നെ ട്രംപ് തുറച്ചു നീക്കുമോ? ഇതിനകത്ത് ഈ സൗദിയുടെയും UAE-യുടെയും സഹായം കൂടി ട്രംപിനുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തെ ഇങ്ങനെയുള്ള ഒരു അറ്റാക്കിന്, യുദ്ധമെന്നോടെ നമുക്ക് പറയുന്നില്ല, അറ്റാക്കിന് ഒരു ഇസ്ലാം വിരുദ്ധ യുദ്ധം എന്നെടുക്കത്തില്ല ആരും. കാരണം UAE-യും സൗദിയും പിന്തുണ കൊടുക്കുന്നുണ്ട്. അവരിതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഇറാൻ ഒരു സമയത്ത് അവിടുത്തെ മത നേതാവ് പറഞ്ഞതാണ് ഈ ജൂത സമൂഹത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്ന്. അന്ന് പലരും ഈ സൗദിയൊക്കെ മുഖം തിരിച്ചു നിന്നു എന്നുള്ളതാണ്. കാരണം അവർക്കതിനോട് താല്പര്യമില്ല. ജൂത സമൂഹത്തെ അമേരിക്ക അല്ലെങ്കിൽ പുതിയ ഭരണാധികാരി ട്രംപ് 2ാം തവണ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഉറപ്പായി ഇവരെ സംരക്ഷിക്കുകയും ചെയ്യും. അവർക്ക് വേണ്ട സഹായം, ആയുധ സഹായമായാലും സാമ്പത്തിക സഹായമായാലും നൽകും എന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. ഇപ്പൊ ഇവിടെ എന്താണ് ഹൂത്തികൾക്ക് വാണിംഗ് കൊടുത്തതിൻ്റെ കാര്യം എന്താണ്? ഇവര് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ട്രംപിനെ അരിശം കൊള്ളിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ട്രംപ് വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുന്നു എന്നാണ്. ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് നേരിടേണ്ടി വരും, നിങ്ങൾ വൻ നരകയാതന അനുഭവിക്കേണ്ടി വരും എന്ന് പറയുകയുണ്ടായി. ഇത് തന്നെ മറ്റു പലരോടും ട്രംപ് പറയുകയും ചെയ്തു, ഹമാസുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ നമുക്കറിയാം അവിടെ കാര്യങ്ങളെല്ലാം തീർന്നു. ഇനിയിപ്പോൾ ഈ പലസ്തീൻകാരെ, ഈ ചെറിയ മീനുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു വലിയ മീനിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ ട്രംപ്. അതെ, ഇറാനോടും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഹൂത്തികൾക്ക് ഇപ്പൊ സംരക്ഷണം കൊടുത്തിരിക്കുന്നത് ആരാണ്? ഇറാനാണ്. ഇറാനോട് ഇടയ്ക്കൊരല്പം ഒരു ഫേവറബിൾ ആയിട്ട് നിന്നു ട്രംപ്. പക്ഷെ ഇനിയിപ്പോൾ പറയുന്നത് നിങ്ങൾ ഹൂത്തികളെ സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടി നാശത്തിന് കാരണമായി മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സായുധ സംഘടനയായ ഹൂത്തികൾക്ക് പ്രധാന പിന്തുണ ഇറാനും അങ്ങനെ ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ്. പിന്തുണ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹൂത്തികൾക്കുള്ളത് പിന്നെ നിങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഇറാനായിരിക്കുമെന്നാണ് പറഞ്ഞത്. മുഴുവൻ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ട്രംപ് ഇറാനിലേക്ക് തിരിയും എന്നാണ് അർത്ഥം. അത് ഇറാൻ എന്തായാലും ഇതിൽ ഭയപ്പെട്ടിരിക്കും. കാരണം ഇസ്രയേലിന്റെ ഒരു ആക്രമണം കൊണ്ട് തളർന്നിരിക്കുകയാണല്ലോ ഇറാൻ.
ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുതലേ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യവും ലോകം മുഴുവൻ കാത്തിരുന്ന ഒരു കാര്യവുമാണ്, ഇസ്രയേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുമോ, അതോ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇറാൻ കയറി ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യുമോ. ഇടയ്ക്കിടയ്ക്ക് ചില മിസൈലുകൾ മാത്രമേ വിട്ട് കളിച്ചിട്ടുള്ളൂ, അല്ലാതെ തൊടാൻ മടിയായിരുന്നു. ഇപ്പൊ ബൈഡൻ എങ്ങാനുമായിരുന്നു തുടരുക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബൈഡന്റെ ആ ഒരു പാനൽ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഈ ബൈഡനാണ് ഇതെല്ലാം ഇത്രയും വഷളാക്കിയെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ പറയുന്നുണ്ട്, ഈ എല്ലാ തരത്തിലുള്ള തീവ്രവാദവും അവസാനിപ്പിക്കും, അതുണ്ടെന്നുണ്ടെങ്കിൽ നിർത്തിക്കൊള്ളുക. ഇപ്പൊ കണ്ടോ, റഷ്യ ഉക്രൈന് അവിടെ മുട്ടുമടക്കേണ്ടി വന്നില്ലേ? ഉക്രൈന് പിന്നെ വലിയ ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഉക്രൈനെ ഇനിയും പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി US വേണ്ട തരത്തിലുള്ള സഹായവും കൊടുക്കും. എന്തിന്, കാനഡയുടെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും ട്രംപിന്റെ ഒരു ഇടപെടൽ അതിനിശ്ചിതമായിട്ടുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ ആരാധിക്കുന്നവർ വലിയ രീതിയിൽ ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട്, മറ്റതുണ്ട് മറിച്ചതുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഭാഗത്ത് ഇസ്രായേൽ മണിക്കൂറുകളോളം ആ രാജ്യത്ത് കയറി ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ട്രംപ് ഭീഷണിപ്പെടുത്തുകയാണ്, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം അല്ലെങ്കിൽ തീർക്കുമെന്ന രീതിയിൽ. അങ്ങനെ ഇത്രയും ദയനീയമായി മാറിയിട്ടുണ്ടോ ആ ഒരു രാജ്യം? അല്ല, ഇനിയിപ്പോൾ പിന്നെ ഇറാൻ അങ്ങനെ ഇറങ്ങി കളിക്കത്തൊന്നുമില്ല. കാരണം ട്രംപാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ യമനിൽ ഇത്രയും ഈ വ്യോമാക്രമണം നടത്തി 31 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ട്രംപിൻ്റെ ഒരൊറ്റ ഉത്തരവിലാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ട്രംപിനെ ചൊടിപ്പിച്ച കാര്യം എന്താണ്, ഈ ചെങ്കടലിലൂടെ പോകുന്ന ആ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണമാണ്. ഇത് കുറേ നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ. ഇറാന്റെ പിന്തുണയോടുകൂടി ആ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ, നമ്മൾ ആലോചിക്കണം, ഇവരെല്ലാവരുമായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നല്ലോ. ഹമാസുമായിട്ടും ഹിസ്ബുള്ളയായിട്ടും ഇറാനുമായിട്ടും ഹൂത്തികളുമായിട്ടും ഒരേ സമയം 4 പേരുമായിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ആലോചിക്കാൻ കഴിയുന്നു. ഇവിടെ പ്രധാനമായിട്ടും ഹമാസിനെ ഒതുക്കിക്കൊണ്ടുവരുമ്പോൾ അവിടെ ഹിസ്ബുള്ളയുടെ തലവൻ ഒക്കെ വധിച്ചില്ലേ? ഇവര് പാർത്തിരിക്കുന്ന ഇടങ്ങളൊക്കെ നമുക്കറിയാം. യമനിൽ ഉണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങൾ മുഴുവൻ യമന്റെ നിയന്ത്രണം ഇപ്പോൾ ആരുടെയിലാണ്? ഹൂത്തികളുടെ കയ്യിലാണ്. അപ്പൊ ഈ സൗദി ഒക്കെ തന്നെ ഇവർക്ക് എതിരാണ്. അപ്പോൾ ഈ യമൻ എന്ന് പറയുന്ന ഒരു പട്ടിണി രാജ്യമാണ്. അവിടെ വിശന്ന് മരിക്കുകയാണ് ആൾക്കാർ. അവിടെയാണ് ഇവരുടെ ഈ ഹൂത്തികളുടെയൊക്കെ തീവ്രവാദവും കൂടെ നടക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ എന്താണ്, വെടിയുണ്ട മനുഷ്യൻ ഭക്ഷിക്കുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അതിശക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ തീവ്രവാദം അവസാനിപ്പിക്കും എന്നുള്ളത്. അപ്പം ഭീകരവാദത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു ഭരണാധികാരിയായി മാറുകയാണ് ട്രംപ്. അതിന് ലോകത്തിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയും ഉണ്ടെന്നുള്ളതാണ്. ഇതുപോലെ ഈ ഭീകരവാദം വെച്ച് പുലർത്തുന്നവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇറാന് ഹൂത്തികളെ വളർത്തുന്നു, അത് അവരെ ഇറാന്റെ പിന്തുണയോടുകൂടി ഹൂത്തികളെ ഇങ്ങോട്ടേക്ക് ഇറക്കുന്നു. അല്ല, ഇത്തരം പരാമർശങ്ങളും പ്രസ്താവനകളും അവസാന ഘട്ടത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറുന്നു. അത്തരത്തിലുള്ള ട്രംപ് ഒരിക്കലും അങ്ങനെ ഒരു യുദ്ധം തുടർന്നു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. ഇത് അവസാനിപ്പിക്കണം ഇവരുടെ ഈ ചെയ്തികൾ. ഇപ്പൊ ട്രംപ് എന്തുകൊണ്ടാണ് ഇത് ഹൂത്തികളെ അറ്റാക്ക് ചെയ്തത്? ഈ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഇത് തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല, വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ ഈ ഹമാസും ഇവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വളരെ കൂടുതലായിരുന്നു. അപ്പൊ ട്രംപിന്റെ പ്രചാരണാർത്ഥം തന്നെ ഈ പല കാര്യങ്ങൾക്കും മുന്നറിയിപ്പ് കൊടുത്തു. ഇതൊക്കെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇത് തകർത്ത് കളയും, ഇതിന് പിന്തുണ കൊടുക്കുന്നവരുടെ നേരെ അറ്റാക്ക് ചെയ്യും. അതാണിപ്പോൾ ഇറാന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്. അല്ലാതെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് പോകാനല്ല ട്രംപ് ആഗ്രഹിക്കുന്നത്, അടിച്ച് തകർത്ത് തീർക്കുക എന്നുള്ളതാണ്. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ തന്നെ വീണ്ടും ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയല്ലേ. അതൊരു അന്ത്യശാസനം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.